ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് പുതിയൊരു പ്ലാൻ ക്രാഫ്റ്റ് നോക്കാം. അപ്പം ഇന്നും 10 മണി വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ഞാൻ നോക്കുന്നത്. ഇത് സ്വന്തം രീതിയിൽ കണ്ടുപിടിച്ചതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ വീട്ടിൻ്റെ എൻട്രൻസോ വീട്ടിൻ്റെ ലിവിങ് റൂമോ ഒക്കെ മാറ്റിയെടുക്കാം. അപ്പം നല്ലൊരു പ്ലാൻ ക്രാഫ്റ്റാണിത്, എല്ലാവരും കാണുക. അപ്പം ഞാൻ മോസ് റോസാണ് എടുത്തേക്കുന്നത്. മോസ് റോസിൻ്റെ തണ്ടുകൾ നല്ല നീളം തണ്ട് നോക്കി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ലീഫുള്ള പാർട്ട് നമുക്ക് ലീഫ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിനൊക്കെ നല്ല നീളത്തിന് കിട്ടും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള സാധനമായിട്ടുള്ള നൂൽക്കമ്പി എടുക്കുക. നൂൽക്കമ്പി ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂൽക്കമ്പി ഇല്ലേ, ഗോൾഡൻ ത്രെഡ്, അതായാലും മതി. അത് ഇതുപോലെ നമുക്ക് ഇതിനൊക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ബോക്സ് രീതി, ഒരു ഫ്രെയിം വർക്ക്. അപ്പം ഇത് കണക്കൊരു 4 ഫ്രെയിം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി 4 ഫ്രെയിമും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ബോക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ബോക്സിൻ്റെ 4 എഡ്ജസിലും ഈ 10 മണി വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചുറ്റാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൂൽക്കമ്പിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം എന്താ, നമ്മുടെ ബോക്സ് ഏതാണ്ട് ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു അല്പം വലത്തോട്ടൊരു ചരിവുള്ളത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞു തരാം. പ്ലാന്റ്സ് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെമ്മ് താഴേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ താഴത്തെ ലെയർ മാത്രമേ ഒന്ന് ചുറ്റി കൊടുക്കുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം മുകളിൽ നമുക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ താഴെ കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ ഇതുപോലെ ഇത്തിരി വലിച്ച് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അധികം വലിക്കല്ലേ, ഇതിൻ്റെ സ്റ്റെമ്മിന് അത്ര കട്ടിയില്ല. അപ്പം ഏതാണ്ട് ഒരു ഷേപ്പ് എത്തുന്ന രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം കേട്ടോ. കാരണം ഇങ്ങനെയും വെക്കാം, പക്ഷേ കാണാൻ അത്ര ഭംഗി പോരാ. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ ചെയ്യാം. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ വലത്തോട്ടായിരുന്നു ഒരു ചരിവ് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇടത്തോട്ടൊരു ചരിവ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സ് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്കത് നഷ്ടമാവും. നമ്മൾ ഇത്രയും നേരം എടുത്ത എഫേർട്ട് പോവും. അപ്പം താഴത്തെ ലെയർ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് മുകളിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പം മുകളിൽ നമ്മൾ ചുറ്റിയതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ റൂഫിങ് ചെയ്യാം. ഇത് അധികം ഷേപ്പൊന്നും വേണ്ട. ഒന്ന് ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടോ ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ ഒന്ന് വെച്ചാൽ മതി. കാരണം പൂക്കൾ പൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ടെറസ് ചെയ്തതുപോലെ, അതിപ്പോൾ അങ്ങനെ കണ്ടാൽ മനസ്സിലാവും, നമ്മളൊരു വീടിൻ്റെ റൂഫ് സെറ്റ് ചെയ്ത് കണക്കുണ്ട്. ഞാൻ ഇത് കണക്ക് ഒരു വീഡിയോ ഞാൻ നേരത്തെ ഒരു 2 ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ. അത് മോസ് റോസിനെ വെച്ചിട്ട് തന്നെ വേറൊരു ടൈപ്പ് ക്രാഫ്റ്റാണ്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം എന്താ, ഇതിൻ്റെ ടെറസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മണ്ണിൽ വെച്ച് കൊടുക്കാം. രാത്രി ആയതുകൊണ്ട് അത്ര പ്രകാശം പോരാ. അപ്പം ഞാൻ ഇത് പൂത്തതിന് ശേഷമുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെയാണ് ചെയ്തതെന്ന് അത്ഭുതപ്പെട്ടു. അത്രയ്ക്ക് നല്ല പക്ക ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇനി ഒരുപാട് ബഡ്സ് നിൽപ്പുണ്ട്. ഇത് ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും നന്നായിട്ട് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പം നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീട് എൻട്രൻസിൽ വെക്കാൻ വേണമെങ്കിൽ നമുക്കിത് നമ്മുടെ ലിവിങ് റൂമിൽ വെക്കാം, ടീപ്പോയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. പിന്നെ ഈ ഒരു പോട്ടില്ലേ, ഇത് ഞാൻ 5 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് 5 രൂപയ്ക്കൊക്കെ പോട്ട് കിട്ടുമെന്ന് അറിഞ്ഞപ്പം തന്നെ ഭയങ്കര സന്തോഷമായി. ഞാനൊരു 7-8 വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോട്ട് നമുക്ക് യൂസ് ചെയ്യാം. കടകളിലൊക്കെ കിട്ടുമായിരിക്കും.
5 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ പോട്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലൊരു അടിപൊളി ക്രാഫ്റ്റ്